അതൊരു സംഭവമാണ് എനിക്ക് ശ്രീലങ്കയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഞാൻ പലപ്പോഴും ജാഫ്നയിൽ പോയിട്ടുണ്ട്. ജാഫ്നയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജീവൻ അടിയേറെ വെച്ചിട്ട് തന്നെയാണ് അതൊരു ആർമി പ്ലെയിനിനെ നമ്മളെ കൊണ്ടുപോവുക. ജാഫ്നയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ റഷ്യൻ പൈലറ്റുകളാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ ഒരിക്കൽ ആദ്യത്തെ ജാഫ്ന വിസിറ്റ് അവർ അറേഞ്ച് ചെയ്തു. അപ്പോ ആർമിക്കാരനെ നമ്മളെ കൊണ്ടുപോകാൻ, അല്ലാണ്ട് വേറെ നമുക്ക് സ്വന്തമായിട്ടൊന്നും പോകാൻ പാടില്ല. ഒരു ദിവസം നേരം മണിക്കാകുമ്പോൾ കാലത്ത് എയർപോർട്ടിൽ കയറി. അതിന്റെ 2 ആഴ്ച മുമ്പാണ് LTTക്കാര് ഒരു ആർമി പ്ലെയിൻ വെടിവെച്ച് വീഴ്ത്തി. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കുക. അപ്പൊ നമ്മൾ ഈ പ്ലെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ഉറപ്പില്ല. കാരണം അത്ര യുദ്ധങ്ങൾ നടന്നു. ദിവസം ഞങ്ങൾക്ക് ന്യൂസ് വരുന്നു. LTT ആംബുഷ് ചെയ്തു, മിലിറ്ററി ട്രക്ക് ആംബുഷ് ചെയ്തു, 15 പേര് മരിച്ചു, 25 പേര് മരിച്ചു. ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ് സംഗതി. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോ എന്ത് നമ്മൾ ഔട്ട് ഓഫ് ദ ഹൗസ് പുറത്തു പോയി കഴിഞ്ഞാൽ എപ്പോഴും ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്, ഈ ചാവേർ ആക്രമണങ്ങൾ. ഈ സ്ത്രീകളാണ് കൂടുതൽ, അല്ലെങ്കിൽ ആൾക്കാർ ഈ ബെൽറ്റ് കിട്ടുന്നു. അതിന് ലോകത്തിലെ എത്ര ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഈ ചാവേർപ്പട നമ്മുടെ ശ്രീലങ്കയിൽ ഇത്രയല്ല വേറെ എവിടെയും നമ്മൾ കാണുന്നില്ല. ഇത് എങ്ങനെയാ വെച്ചാൽ പ്രഭാകരൻ പറയാണ് എന്റെ അടുത്ത ഇതാണ്, ഇയാളാണ് നമ്മളെ കൊല്ലേണ്ടത് എന്ന് ഒരാളെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചാൽ ഇയാളെ കൃത്യം കഴിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇയാളെ കൊല്ലും. മനസ്സിലായി? അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ ഇയാൾ ഇതിന്റെ റിഹേഴ്സൽ ചെയ്യും. ഒരു 6 മാസം മുമ്പ് അയാൾ തൊട്ട് തുടങ്ങി. എവിടെയാണ് ആ പൊളിറ്റിക്കൽ ലീഡർ, സിൻഹള മന്ത്രി എവിടെ നിൽക്കുക, ഏത് സമയത്താണ് ഇങ്ങനെ ഒക്കെ ഇയാൾ ചെയ്തിട്ട് 100% കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവസാനം ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ പുറപ്പെടുന്നതിന് മുൻപ് പ്രഭാകരനോടൊപ്പം ഭക്ഷണം കഴിച്ചാണ് അതാണ് പറയുന്നത്. ഇത്രയും ഒരു ഡെഡിക്കേറ്റഡ് ഈ സൂയിസൈഡ് സ്ക്വാഡ് എന്നാണ് പറയുന്നത് ഇതിന്. ഈ സൂയിസൈഡ് സ്ക്വാഡ് ചാവേർപ്പട ഒരു സ്ക്വാഡാണ് ഇത്. പ്രഭാകരന് 300 പേര്, 300 ലോകത്തിൽ എവിടെയും കാണാത്ത ഒരു ശക്തിയാണ് ഇവര്. 300 പേരുണ്ട്. അപ്പൊ ഒരു കാലത്ത് ഈ 300 ഈ ഒരു ചാവേർ ബോംബ് വെക്കാൻ ഏൽപ്പിച്ച ഒരാൾക്ക് എന്നെ ഒരു കൃത്യം ഏൽപ്പിച്ചോ അന്ന് അയാൾക്ക് അറിയാം അയാൾ കഴിഞ്ഞു. ഇനി മറ്റയാളെ കൊന്നില്ലെങ്കിലും കൂടി അയാളുടെ കാര്യം കഴിഞ്ഞു. കാരണം ഇത് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബോഡി 2ആയിട്ട് അവിടെ ഇതാവുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് കാണാം, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഓരോ സംഭവങ്ങളില് കാറിന്റെ അടുത്ത് വെച്ച് ബോംബ് ഇങ്ങനെ പ്രസ് ബട്ടൺ അങ്ങനെ ഓർക്കും. ഇവരെങ്ങനെ ഇവരുടെ അപ്പൊ ബോഡി വികൃതാവില്ല. 2 കറക്റ്റായിട്ട് ശരിക്ക് താടിയൊക്കെ വെച്ച് ഒരു അപ്പുറത്തുള്ള തെങ്ങുമ്മ അല്ലെങ്കിൽ മാവുമ്മ തൂങ്ങിക്കിടക്കും ബോഡി. ഒരു കുഴപ്പവും പറ്റാണ്ട് മീശൊക്കെ നല്ല കട്ട മീശൊക്കെ വെച്ചിട്ടുള്ളതാണ് ഈ തമിഴന്മാര്. അവര് 2 സ്ലിപ്പർ ഇട്ടിട്ട് ഒരു പൂളും. അപ്പൊ 2 സ്ലിപ്പർ, ഒരു കാല്, ഒരു കൈ, ഇതൊക്കെ ഞാൻ തൂങ്ങി കിടക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാണ് സംഭവിക്കുന്നത്. ഇതിന്റെ വിക്ടിമിന് ഇത് എങ്ങനെയാ വെച്ചാൽ 300 പേരുണ്ട് അവർക്ക്. അപ്പോ പ്രഭാകരന് അവസാന സമയത്ത് വിഷമങ്ങൾ വന്നിട്ടുണ്ട്. അയാൾ പറയുന്നപ്പോ ഞാനിതാ ഇയാളൊരു ഇന്നൊരാൾ മരിക്കണം, ഇയാള് തിരിച്ചെൽവം അയാൾ. കാരണം തമിഴര് അവിടുത്തെ തമിഴ് നേതാക്കളെ ഇയാളോട് അനുകൂലം പുലർത്താത്ത തമിഴന്മാരുണ്ടല്ലോ, അവരെ വധിക്കുകയാണ് ഇയാളെ ഏറ്റവും ആദ്യം ചെയ്യാം. അത് സിനിമാക്കാരെ മാത്രമല്ല, ഇയാൾക്കെതിരായിട്ട് ആരെന്ത് പറയുന്നു, തമിഴ് മിതവാദികളായിട്ട് ആൾക്കാരുണ്ട്. അങ്ങനെ ഏതെങ്കിലും തമിഴ് തിരിച്ചെലവെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഫൈൻ മാനാണ്, തമിഴാണ് അയാൾ. പക്ഷെ അയാൾ തമിഴ് LTTക്ക് എതിരാണ്, ഉടനെ അയാൾ എതിർക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ 300 പേരുണ്ട് ഇയാൾക്ക്. അപ്പൊ ഒരു സമയത്ത് പറയണത് പ്രഭാകരന് ആരോടാ പറയാ ഈ 300 പേരില് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ 300 പേരും വരിക. അപ്പൊ അവരുടെ ആ മോട്ടിവേഷൻ നോക്കൂ, മരിക്കാൻ തയ്യാറാണ്, ഞാൻ തരാം, ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇയാൾക്ക് അവസാനം നറുക്കെട്ടെടുക്കണം. ഈ 300 പേരിൽ അയാൾ ഒരാളെ നറുക്കെട്ടെടുക്കും. ആ നറുക്ക് കിട്ടിയ ആള് വിചാരിക്കുന്നത് ഏറ്റവും കേമനാന്നുള്ളതാണ്. അയാൾ മരിക്കാൻ പോവാണ്. പക്ഷെ എന്നിട്ട് അങ്ങനെ ഒരാളെ വന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി അവര് പ്രഭാകരനെ കാണില്ല, ഇവരാരും പ്രഭാകരനെ കണ്ടിട്ടില്ല. അന്ന് ആ നറുക്ക് കിട്ട ആള് അന്ന് രാത്രി പ്രഭാകരനായിട്ട് ഭക്ഷണം കഴിക്കും. അയാളുടെ ഒരു വലിയൊരു ഡിന്നറാണ് പ്രഭാകരനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇയാളെ ദൗത്യം ഏൽപ്പിക്കുക, ഇയാൾ വികസനം പോവുക. അങ്ങനെയാണ് ഈ ചാവേർപ്പടകളുടെ. പലപ്പോഴും ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് പ്രധാനമന്ത്രിയുടെ വീട്, കലദാരി ഹോട്ടൽ, എയർപോർട്ട്, ഇവിടെയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ എനിക്കിപ്പോ ഏകദേശം അവിടെ താമസിച്ച് ഓരോ ഇത് പൊട്ടുമ്പോഴും നമുക്കറിയാം ഇത് ഏതിന്റെ ശബ്ദമാണെന്നുള്ളത്.
എനിക്കിത് സൂയിസൈഡ് ബോംബിന്റെ ശബ്ദം ആണോ എന്ന് തിരിച്ചറിയാം. എന്റെ തൊട്ടടുത്ത് തന്നെ സംഭവിച്ചതാ. എനിക്കറിയാം ആ ശബ്ദത്തിന്റെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാം ഇത് ഏതാണെന്ന്. ഉടനെ അവിടെ ചെല്ലുമ്പോൾ കാണാം ഇങ്ങനെയുള്ള ചിതറിക്കിടക്കുന്നത്. അങ്ങനെ എത്രയോ വലിയ വലിയ ലീഡേഴ്സിന് അസാസിനേഷൻ ഇയാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഭീകര അന്തരീക്ഷത്തിലാണ് അവിടെ താമസിച്ചിരുന്നത്. ജാഫ്നയിൽ പോകുമ്പോൾ തന്നെ ഈ പ്ലെയിനിൽ പോകുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും നമ്മളെ താഴെ ഇറങ്ങുമെന്നുള്ളത്. അപ്പൊ ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡും എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ ടേക്ക് ഓഫ് ചെയ്യുക. കാരണം സാധാരണ പ്ലെയിൻ ഇങ്ങനെ പതുക്കിനല്ലേ പോകുള്ളൂ. കാരണം ഇവര് ഷൂട്ട് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജാഫ്നയിൽ അവർ ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ്. പിന്നെ ഇറങ്ങുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പ്ലെയിൻ പതുക്കിനെ ഇറങ്ങി ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെയൊക്കെയല്ലേ. ഇതെന്ന് വെച്ചാൽ ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ലൈൻ ഉണ്ട്. താഴെ അവിടെ ഈ ശ്രീലങ്കൻ നേവി ഉണ്ടാവും. ആ നേവി തോക്ക് പിടിച്ച് നിൽക്കും. അപ്പൊ അവര് നിൽക്കണേന്റെ മുകളിൽ കൂടിയാണ് ഈ പ്ലെയിൻ ഇറങ്ങുള്ളൂ. അതല്ലാത്ത സ്ഥലങ്ങളാണ് മറ്റൊരു അടിക്കും. അത് അവരുടെ സ്ഥലം താവളാണ്, LTTയുടെ താവളാണ് ജാഫ്ന. അപ്പൊ വളരെ ശ്രദ്ധിച്ചിരുന്ന് ഇതാവുന്നത്. അവിടുന്ന് പൊങ്ങുന്നത് അങ്ങനെയാണ്. അത് റഷ്യൻ പൈലറ്റുകളാണ് ഓടിക്കുന്നത്. അവർക്ക് മുഴുവൻ കാര്യങ്ങളല്ല. അപ്പൊ പോയാൽ തിരിച്ചു വന്നപ്പോൾ 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് വന്നപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പല സംഭവങ്ങളും പിന്നെ പല ഈ സംഭവങ്ങളിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള വിഷമങ്ങളാണ്. അങ്ങനെ ഓരോ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്.